ഇതും വെച്ച് ഇതാണ് നമ്മളുടെ പൊടിച്ചമ്മന്തി. പൊടിച്ചമ്മന്തി ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു. ഞങ്ങൾ ഇവിടെ എറണാകുളം എനിക്കറിയില്ല, കൊല്ലം സൈഡിലേക്കൊക്കെ അപ്പത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ചമ്മന്തിയായത്. അപ്പം ഉണ്ടാക്കിയാൽ ഞങ്ങൾ ഈ പൊടിച്ചമ്മന്തിയാണ്. നമ്മുടെ അപ്പമാണ് നനഞ്ഞ ഈ പൊടിച്ചമ്മന്തി ഉണ്ടാക്കി അത് നിങ്ങൾക്കൂടി ഒന്ന് കാണിച്ചു തരാം. തേങ്ങയും ഇച്ചിരിയേറെ ചുമന്നുള്ളി, വറ്റൽമുളക്, ലേശം ഇഞ്ചി ഇതെല്ലാം കൂടി ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക ചെയ്യുന്നത്. അല്ല അരയ്ക്കില്ല, നന്നായിട്ട് ക്രഷ് ചെയ്യണം, വെള്ളമൊന്നും ചേർക്കില്ല. ഇച്ചിരി ഉപ്പിട്ട് ക്രഷ് ചെയ്തെടുത്തിട്ട് ചെറിയ ഉള്ളി, കുറച്ചേറെ ചെറിയ ഉള്ളിയും വറ്റൽമുളക്, കരിവേപ്പില, കടുക് ഇത്രയും സാധനം ഇട്ട് വെളിച്ചെണ്ണയിൽ വറവിട്ട് അത് തട്ടി ഇളക്കി അതിൻ്റെ വെള്ളം വറ്റിച്ചെടുക്കുന്നതാണ് പൊടിച്ചമ്മന്തി. അറിയാത്തൊരിതൊന്നും ഉണ്ടാക്കി വേണം. ഇതിൽ വലുതായിട്ട് വേറെ ഒരു കൂട്ടും കൂട്ടരുത്, ഇതിനൊരു പ്രത്യേക ടേസ്റ്റ്. അതിൻ്റെ കൂടെ നമ്മൾ കഴിക്കാൻ വെള്ളയപ്പം ഉണ്ടാക്കിയത്, വെള്ളയപ്പം. ഇതും എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന സംഭവം. അതുകൊണ്ട് നിങ്ങൾ ഈ പൊടിച്ചമ്മന്തിയും വെള്ളയപ്പം ഒന്ന് ഉണ്ടാക്കി നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്തായാലും തീർച്ചയായിട്ടും ഉണ്ടാക്കണം. അറിയാത്തവരൊക്കെ ഒരു പണിയില്ല, 2 ദിവസം വേണമെങ്കിൽ ഇരിക്കുകയും ചെയ്യും. കണ്ടില്ലേ, ഈ വെള്ളയപ്പം ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ അരി, ചോറ്, തേങ്ങ, ലേശം പഞ്ചസാര, ഈസ്റ്റ് ഇത്രയും സാധനം മാത്രമായി വയ്ക്കുക. നല്ല സോഫ്റ്റ് വെള്ളയപ്പം. ഇത് മൊരിച്ചെടുക്കുന്ന ഞങ്ങൾക്ക് മൊരീനെ ഇഷ്ടമായതുകൊണ്ടാട്ടോ. ശരി, നിങ്ങളും ഇങ്ങനെ ഉണ്ടാക്കി നമുക്ക് ഈ അപ്പത്തിൻ്റെ വീഡിയോ ഞാൻ പിന്നെ ഇടുമ്പോൾ ഒന്നുകൂടി കൂടി. വെള്ളയപ്പത്തിൻ്റെ മാവ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ 3 ഗ്ലാസ് അരി എടുക്കുമ്പോൾ 1 ഗ്ലാസ് ചോറ്, 3 ഗ്ലാസ് നമ്മൾ ചായ കുടിക്കുന്ന ഗ്ലാസ് 3 ഗ്ലാസ് അരി ഇടുകയാണെങ്കിൽ 1 ഗ്ലാസ് ചോറെടുക്കും. എന്നിട്ട് പിന്നെ അതിൽ ഈസ്റ്റ് ഒരുപാട് ഇടണ്ട, 1/2 ടീസ്പൂൺ ഇട്ടാൽ നന്നായിട്ട് മാവ് പൊടിച്ച്. പിന്നെ തേങ്ങ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചേർക്കാം. നമ്മളൊക്കെ 1 ഗ്ലാസ് തേങ്ങ ചേർക്കും, അല്ലെങ്കിൽ 1 കപ്പ്. പിന്നെ കുറച്ച് പഞ്ചസാര ഇതെല്ലാം ഇട്ട് മാവ് അരച്ച് വെച്ചിട്ട് പിറ്റേ ദിവസം അപ്പം ഉണ്ടാക്കുന്ന. രാവിലെ അരച്ച് വെക്കാതെ അന്ന് ഉണ്ടാക്കാനും പറ്റും. അതുപോലെ നിങ്ങളും ചെയ്ത് നോക്കുക, എന്നിട്ട് പറയാം അഭിപ്രായമൊക്കെ. നല്ല സോഫ്റ്റായിട്ടുള്ള അപ്പം തന്നെ കിട്ടും. പിന്നെ ഞങ്ങൾ കുറച്ച് മൊരിച്ചെടുക്കും. ശരി.